പ്രകാശി, സർക്കസ് എങ്ങനെ ഉണ്ടായിരുന്നു? സർക്കസ് ഇവിടെ മനസ്സ് മുഴുവൻ സർക്കസ് ചാടി കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആ പൈസ തിരിച്ചു കൊടുക്കണ്ടേന്ന് ഓർത്തിട്ട് ഞാനൊന്നും കണ്ടില്ലടാ. എന്റെ പ്രകാശി, നിങ്ങളുടെ ടെൻഷൻ മാറ്റാൻ വേണ്ടിയല്ലേ ഞാൻ സർക്കസ് കാണാൻ വേണ്ടി കൊണ്ടുപോയത്. അങ്ങനെ പറഞ്ഞ മാറ്റുന്നതാണോ ഈ ടെൻഷൻ? ആ പൈസ തിരിച്ചു കൊടുക്കണ്ടേ? പൈസ തിരിച്ചു കൊടുത്താൽ പോരെ? അതിനുള്ള ഐഡിയ എൻ്റെ ഉണ്ട്. നിന്റെ ഐഡിയ ഉണ്ട്. എടേ, കൊടുത്തില്ലല്ലേ അവൻ ജംഗ്ഷനിൽ വെച്ച് എന്റെ തലയിൽ കൂടെ മീൻ വെള്ളം കോരി ഒഴിക്കുന്നാ പറഞ്ഞിരിക്കുന്നത്. ആണോ? ആ വഴിയുണ്ട് പ്രകാശി. പറ, എന്താ വഴി? പലിശക്കാരൻ പാപ്പച്ചൻ. ഏതാ വട്ടപ്പലിശക്കാരൻ? നിങ്ങളിപ്പോ വട്ടോ നീളം നോക്കണ്ട, കാര്യം നടന്നാ പോരെ? ആ മതി മതി. ചേച്ചി വിളി. ബഹളം വെക്കല്ലേ, ഒന്ന് നമ്പർ എടുത്തോട്ടെ. ഹലോ, പാപ്പച്ചേട്ടാ, വേണുക്കുട്ടനായിരുന്നു. ഒന്നുമില്ല, നമ്മുടെ സുഹൃത്തിനെ ഒരു ഇച്ചിരി പൈസ വേണമായിരുന്നു. ഒരു 25,000 രൂപ. ആ, ആളെ നിങ്ങളറിയും, പാപ്പാടി പ്രകാശൻ. ആണോ? ഇല്ല, അത്ര ഒന്നുമില്ല. ആണല്ലേ? അങ്ങനെ കൊടുക്കോളോ? ആ, എന്നാ പിന്നെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. നല്ല മതിപ്പാട്ടോ നിങ്ങളെ കുറിച്ച്. ലോക ഉടായിപ്പോന്ന്. നിങ്ങളുടെ പൈസ തരത്തില്ലെന്ന്. നിങ്ങളുടെ അച്ഛനെ കുറിച്ച് നല്ല അഭിപ്രായം. ആ പേര് പറഞ്ഞ് നമുക്ക് മേടിച്ചാലാ? ആ പേര്, തന്തയുടെ പേരും കളഞ്ഞിട്ട് വന്നേക്കണം. അമ്മയുടെ ആണെങ്കിൽ പൈസ കൊടുക്കാന്ന്. തീർന്നില്ല. എന്ത്? എനിക്ക് എത്തിയാലോ അമ്മ പത്രകാളിയെ പോലെ നിൽക്കും. എന്റെ പ്രകാശ്, നിങ്ങൾ ഡൗൺ ആവല്ലേ? വഴിയുണ്ട്, നിങ്ങൾ എഴുന്നേറ്റ് വന്നേ. പൈസയുടെ കാര്യല്ലേ? വേണുക്കുട്ടൻ റെഡിയാക്കും. വാ, നടക്കൂ. നടത്തി തരും. വാ, എഴുന്നേക്ക്. കുറെ നാളായി നടത്തി തരാം. എന്ത് നിങ്ങൾക്ക് എന്താണ് ഒരു വിശ്വാസമല്ല? നീ എന്നെ നടത്തരുത്. ഇല്ലെന്നേ, 25,000 രൂപയുടെ കേസല്ലേ ഉള്ളൂ. അവൻ മീൻമുള്ള ഒഴിക്കുമെന്ന് പറഞ്ഞ സത്യമാണോ? സത്യമാടാ. അവൻ ചെയ്യും അങ്ങനെ. അവന്റെ കയ്യിലിരിപ്പതാ. പരമദ്രോഹി. ഞാൻ പറഞ്ഞോളൂ. കഷ്ണം വാങ്ങാതാ. എനിക്ക് എത്ര വലിയ കഷ്ണം വേണം? കഴിക്കടാ. എന്നാലും അച്ഛൻ നമ്മളെ കൂട്ടാണ്ട് വേണുങ്ങളുടെ കൂടെ സർക്കസ് കാണാൻ പോയത് ശരിയായില്ല. സർക്കസ് കാണാനാണ് പോണെന്ന് എന്താ ഉറപ്പ്? ചിലപ്പോഴേ അമ്മ വേണുങ്ങളുടെ കൂടെ വല്ല ബിസിനസ് മീറ്റിംഗിന് പോയതായിരിക്കും. സർക്കസ് ബിസിനസ്സിനാ? പറയാൻ പറ്റത്തില്ല, ചിലപ്പോ സർക്കസ് ഒക്കെ പണിഞ്ഞിരിക്കും അച്ഛൻ. ആ, എന്നാ പിന്നെ അവിടെ ജോക്കറെ ആവശ്യം ഉണ്ടാവൂല മക്കളെ. അല്ല, നിങ്ങളുടെ അച്ഛനും ഉണ്ടല്ലോ, മതിയാവും. കറക്റ്റാ. ആണാ? എന്നാ അമ്മയും കൂടി കൂടിക്കോ, നല്ല ഫാമിലി പാക്കായിട്ട് പോവാ. നിന്റെ അച്ഛമ്മേനെ വിളിച്ചോ, അത് കറക്റ്റാ. അല്ല, ഈ സർക്കസിലൊക്കെ ഇപ്പൊ ജോക്കേഴ്സ് ഉണ്ട്? ഓ, സർക്കസിൽ ഇപ്പൊ ജോക്കേഴ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ ആനിമൽസ് ഇല്ല. പണ്ടത്തെ സർക്കസിൽ ആനിമൽസ് ഉണ്ടായിരുന്നു. പിന്നെ അല്ലേ മേ? പണ്ട് ഞാൻ സർക്കസ് കാണാൻ പോയിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. ആനിമൽസ് ഉണ്ടായിരുന്നോ? ആ മോനെ, അവിടെ ഉണ്ടല്ലോ എന്താ മോട്ടോർ സൈക്കിൾ എന്തോ പറയില്ല, എന്താ ബുള്ളറ്റ്. ആ ബുള്ളറ്റ്. ആ, അത് ഓടിക്കുന്ന കരടി ഉണ്ടായിരുന്നു. തള്ള്. സത്യമായിട്ടും. അല്ല, അത് പുളുവാ. അല്ലടാ, ഉണ്ടായിരുന്നു. എന്നിട്ട് ആ ബുള്ളറ്റ് ഓടിക്കുന്ന കരടി ഉണ്ടല്ലോ, ആ സർക്കസ് ഉടമസ്ഥനില്ലേ, അവരുടെ അടുത്ത് ഓടിക്കളഞ്ഞു, ഓടി രക്ഷപ്പെട്ടു. ഈ കഥ എവിടെയോ കേട്ടു. അതെ, ഈ കഥയാണ് സിനിമയാക്കിട്ട് എടുത്തത്. ഞങ്ങള് കണ്ടായിരുന്നു. ഞാനും കണ്ടായിരുന്നു. മറ്റേ ബേറ്, മൈ ഡിയർ ബേരോ, മൈ ഡിയർ കരടി. മൈ ഡിയർ കരടി. ഈ കഥ തന്നെയാണ് സിനിമയാക്കി എടുത്തത്. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ നടന്ന കഥയാ. ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ഉള്ളത് പറഞ്ഞാലും പിള്ളേർ വിശ്വസിക്കത്തില്ല. ഞാൻ വിശ്വസിക്കേ. ആ, ചെറുക്കന് തീരെ വയ്യെന്ന് തോന്നുന്നു. അച്ഛനപ്പോ വന്ന്? അച്ഛൻ വന്നിട്ട് കൊറേ ആയി. അച്ഛൻ അവിടെ പോയി. നീ എന്തിനീ അച്ഛൻ ഞങ്ങള് ഓരോരുത്തരൊക്കെ എവിടെ പോയി അറിയുന്നെന്തിനാ? ഞാൻ അറിയണ്ട, പക്ഷെ അറിയിക്കണവരെ അറിയിക്കേണ്ടി വരും. അച്ഛമ്മേ, അച്ഛമ്മയുടെ മോഹൻ വന്നിരിക്കുന്നു, ഇങ്ങോട്ടൊന്ന് വാ. അച്ഛമ്മേ,
ഓ നീ വന്നോ? സർക്കസിനെ പറ്റിയൊക്കെ ചോദിക്കച്ചമ്മേ മോനോട്. നീ സർക്കസ് കാണാൻ പോയടാ? ഏ വേണുകുട്ടൻ വിളിച്ചോണ്ട് പോയതാ. അടിപൊളിയായിരുന്നു സർക്കസ്. കത്തിയിറക്കം ഉണ്ടായിരുന്നു. വേണുകുട്ടൻ വിളിക്കുമ്പോ നീ എന്നാ അവളുടെ എന്റെ കാമുകയാണോ? കൂടെ എപ്പോഴും വിളിക്കുമ്പോ ചെല്ലാനോട്ട്. അയ്യേ, പ്രകാശിന്റെ അമ്മ, ഞാൻ പ്രകാശിന്റെ ടെൻഷൻ മാറ്റാൻ വേണ്ടിയാ സർക്കസിന് കൊണ്ടുപോയത്. നീ ടെൻഷൻ മാറ്റണ്ട, ഞങ്ങൾ മാറ്റിക്കോളാം. അവനാരാ നിന്റെ ടെൻഷൻ മാറ്റാനിട്ട്? എന്തോന്നാ അമ്മ ഇത്? രാവിലെ എന്താ ഇവന്റെ തല മെക്കിട്ട് കയറാൻ പോവാ? അല്ല, നിന്റെ തലയിലേക്ക് അമ്മ കിട്ടുകയാറാം. ആ, ആരുടെയെങ്കിലും തല മെക്കിട്ട് കയറാനായിട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് വരുന്നതല്ലേ? അമ്മയ്ക്ക് ഇപ്പൊ എന്താ വേണ്ടത് പറ. സർക്കസ് കാണിക്കാൻ കൊണ്ടുപോകാമെന്ന് ഇവ ചോദിച്ചപ്പോ നീ എന്താ പറഞ്ഞത്? ഞാൻ എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ലേ? അച്ഛമ്മയുടെയും അമ്മയുടെയും സർക്കസ് കണ്ടാ മതിയെന്ന് അങ്ങനെ പറഞ്ഞില്ലേടാ? പ്രകാശിയുടെ അമ്മയ്ക്ക് സർക്കസ് ഒക്കെ അറിയാവോ? സർക്കസ് മാത്രമല്ല, കളരിപ്പയറ്റും അറിയാം. കളരിപ്പയറ്റ് വേണ്ട, ആയുധം വെച്ചുള്ള കളി ഡേഞ്ചറാ. എന്നാ പിന്നെ നീ മിണ്ടാണ്ടിരുന്നോണം അവിടെ. എന്തോന്നാ അമ്മ ഇത്? ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ. എന്ന് ഇന്ന് തന്നെ ഞങ്ങളെ കൊണ്ടുപോകാൻ പറ സർക്കസ് കാണാൻ. ആ, ഇവൻ പറഞ്ഞ പോലെ ഇന്ന് ഞങ്ങളെ കൊണ്ടുപോകണം. പറ്റുമോ നിനക്ക്? എന്തോന്നാ അമ്മ പറയുന്നേ? ഒരു ടിക്കറ്റിന് 300 രൂപ, 7 പേര് 7 3 21 2100 രൂപ. ആ, അതിനെന്നാ? എന്റെ പൈസ ഒന്നുമില്ല. ആ, എടാ നീ കൊണ്ടുപോണ്ടടാ, ഞങ്ങൾക്ക് പോകാനറിയാം. എന്നാ പോ. ആ എടാ മോനെ, പരമ പറയുന്നില്ല നിന്നെ ഒന്നും. ആരെ കൊണ്ടുപോയാലും നിന്നെ ഞാൻ കൊണ്ടുപോകത്തില്ല. കരിങ്ങാലി വൃത്തികിട്ടവനെ. കരിങ്ങാലി നല്ല പേരാട്ടോ, നിനക്ക് ചേരും. അല്ലെങ്കിൽ ഇപ്പൊ എന്റെ പട്ടി ഒരു അച്ഛനോട് സർക്കസ് കാണാം, ഞങ്ങൾ തന്നെ നോക്കണം. എന്താടാ എന്റെ പട്ടി വരും ഇപ്പൊ അച്ഛനോട് സർക്കസ് കാണാൻ, ഞാൻ തന്നെ പൊക്കോളാം. എന്റെ ഭാഷ കേട്ടോ? തന്തയോട് സംസാരിക്കുന്ന പട്ടി വരുമെന്ന്. പട്ടിയുടെ ടിക്കറ്റ് എടുക്കാൻ പ്രകാശിന്റെ പൈസ ഇല്ല. പ്രകാശ് വന്നി ആണല്ലേ? മര്യാദക്ക് സംസാരിച്ചോ. ഓ, എന്റെ അമ്മ എന്റെ നേരെ ചൂടാക്കുക ചെയ്യും. അത് കേട്ട് നീ എന്റെ അച്ഛനാവാൻ ശ്രമിക്കല്ലേ. ഇനി ഞാൻ ചൂടാക്കും, എനിക്കറിയാം ചൂടാക്കാനുള്ള ടെക്നിക്കൊക്കെ. നിനക്കതല്ലേ അറിയാവുള്ളൂ. PSC ടെസ്റ്റ് എഴുതാൻ പാസ്സാകാൻ ഉള്ള കഴിവൊന്നും ഇല്ല. ഞാൻ വക്കീലാൻ പോവാ. വക്കീല് എന്നിട്ട് ഇങ്ങനെ വാദിച്ച് തോറ്റോ നീ? ഇല്ല. ഈ പട്ടിയും പൂച്ചയല്ലേ കോടതിയിലും പറയുള്ളൂ. അതെ. ഒരു കുറവില്ല കേട്ടോ നാക്കിന്. ഇവനോടൊന്നും സംസാരിച്ചിരിക്കാനുള്ള സ്റ്റാൻഡേർഡേ നമുക്ക് പോരാ. ബാ. അതെ, സത്യം. വെരി ലോ സ്റ്റാൻഡേർഡ്. നിന്റെ ആറ്റിറ്റ്യൂഡ് അത്ര ശരിയല്ല കേട്ടാ. നന്നാവൂലേ കേട്ടോ?